നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ് തൊപ്പിയുടെ വിഷയം. അതായത് തൊപ്പി, ഷമീർ, മമ്മു, റാംബോ എന്നിവരടങ്ങുന്ന MRC ഗ്യാങ്ങിനെ പറ്റിയുള്ള വിഷയം. അപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങൾ പോലീസ് കേസാകാൻ പോവുകയാണ്. അതായത് ഇപ്പോഴത്തെ നിലയിൽ തൂഫാൻ എന്ന് പറയുന്ന സംവിധാനമൊക്കെ വന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ആ ഒരു ഇതിൻ്റെ ഇടയ്ക്കാണ് ലക്ഷോപലക്ഷം പേര് കാണുന്ന ലൈവിൽ ഇവർ വന്ന് കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം, ഇന്നത്തെ ഒരു ജനറേഷന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാടത്തും മരമത്തും അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടുകളിലും പന്തും അതുപോലെ തന്നെ ബാറ്റും ഒക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ഓട്ടപ്പിടുത്തം കളിക്കാനും ഒക്കെ ആയിട്ട് പിള്ളേർ ചെലവഴിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് കായിക രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും കലാപരമായ കാര്യങ്ങളിലും ഒരുപാട് പേരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകും. പിന്നെ ബാക്കി കുറേ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോഗ്യപരമായ കാര്യങ്ങളിലും പിള്ളേരൊക്കെ ഭയങ്കര നല്ല രീതിയിൽ നിന്ന്, കാരണം പുറത്തിറങ്ങി ഓടിക്കളിക്കുമ്പം അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മാത്രമല്ല മനസ്സും ശരീരവും പിന്നെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള, നമുക്ക് എന്താ പറയുന്ന ഇത് ഒരു ബയോളജിക്കൽ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോലും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലം. പക്ഷെ അതിനെ അപേക്ഷിച്ചാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആക്ച്വലി ഈ നമ്മൾ ഓരോരുത്തരും, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്ന തലമുറയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ മൊബൈലിനും ഫോണിനും എല്ലാം മൊത്തത്തിൽ അഡിക്റ്റഡ് ആയിപ്പോയി. നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ ഫോണിനുള്ളിൽ, നമ്മൾ ഈ ചെറിയൊരു 6 ഇഞ്ച് സ്ക്രീനിന്റെ നീലവട്ടത്തിനുള്ളിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ ജനറേഷനിലെ കുറേയധികം പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ, നിഹാദ് എന്ന് പറയുന്ന തൊപ്പിക്ക് ശേഷം സായ് പോപ്പി, അങ്ങനെ പല ആൾക്കാർ. സായ് പോപ്പി ഈ കേസിലില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഞാൻ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെ പേര് പറയാണ്, ഈഗിള്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ. ഇവരൊക്കെ ചെയ്യുന്ന ഇവരുടെ ഒരു മേഖല എന്ന് പറയുന്നത് ഗെയിമിങ്, സ്ട്രീമിങ് എന്നിവയാണ്. മെയിൻലി ഈഗിള് അതുപോലെ തന്നെ സായ് പോപ്പി എന്നിവർ ഗെയിമിംഗ് ആണ് ചെയ്യുന്നത്. തൊപ്പി എന്ന് പറയുന്ന ആള് ശരിക്കും ഗെയിമിങ് പ്ലസ് സ്ട്രീമിംഗ് ആയിരുന്നു. അദ്ദേഹം ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ലോകം കണ്ട, അല്ലെങ്കിൽ ഇപ്പോഴും ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന, അതായത് സ്ട്രീമിങ്ങിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഐഷോ സ്പീഡ് എന്ന് പറയുന്ന വ്യക്തിനെ കോപ്പി ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഇൻസ്പയർഡ് ചെയ്തുകൊണ്ടാണ് തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് തരംഗമാകുന്നത്. അദ്ദേഹത്തിന്റെ തൊപ്പിയുടെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കുറെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ഒരു ഗെയിമിങ് വഴി അദ്ദേഹത്തിന്റെ ഒരു ഉയർച്ചയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്, ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹം. പക്ഷേ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർച്ചയോടൊപ്പം തന്നെ ഒരുപാട് നമ്മുടെ പുതിയ തലമുറയ്ക്കും അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള ആളുകൾ അധികം ഇങ്ങനെ സ്ട്രീമിങ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവരുണ്ടാവും. പക്ഷേ എങ്കിലും പുതിയ തലമുറയിലുള്ള ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്ന രീതി, അതായത് വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ആശയങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന്, അതായത് നമ്മുടെ ഒരു കൾച്ചറിന് ചേരാത്തെന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ അടുത്ത് ഏറെ കയറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങൾ, ഇപ്പൊ ചൊവ്വയുള്ള സംസാരങ്ങൾ പണ്ട് പോലെയുള്ളതാണ്. പക്ഷേ എങ്കിലും കുറേയും കൂടെ എക്സ്പോസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പിന്നെ ഡ്രഗ്സ്, അതുപോലെ തന്നെ മദ്യത്തിന്റെ കാര്യം വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ പലരും, പണ്ടത്തെ ജനറേഷൻ അയ്യേ ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഉള്ള സംസാരം. പക്ഷെ പുതിയുള്ള ജനറേഷനുള്ള ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് എടാ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും, എടാ അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള നമ്മുടെ ഒരു മാനുഷികമായിട്ട് നമ്മുടെയൊക്കെ ഒരു രീതി അതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൊപ്പി ആൻഡ് ഗ്യാങ്, ഗെയിമിങ്, സ്ട്രീമിങ്, MRC ഗ്യാങ് എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരുടേതായ രീതി വരുന്നു. കുറേ പുതിയ വാക്കുകൾ, ലൊട്ട, അങ്ങനെയുള്ള തൊപ്പിയുടേതായ കുറച്ച് ടേംസ് ഒക്കെ വരുന്നു. അതൊക്കെ പുതിയ ജനറേഷനിലുള്ള ആളുകളെ ഇരുത്തുന്നു. മാത്രമല്ല ഈ പറയുന്ന
ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് ആരോഗ്യ മേഖല, മെന്റൽ ഹെൽത്ത്, കുറെ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ, പുതിയ തലമുറ മാത്രമല്ല നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഫോണിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കാണുന്നത് തൊപ്പി എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറെ ആളുകളെയാണ്. ഇവരെന്തൊക്കെ പറയുന്നു, ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചും കേട്ടും ഒക്കെ ഇരുന്ന് അവർ പറയുന്ന വേദവാക്യങ്ങൾ വളരെ വലുതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുള്ള സമൂഹത്തിലേക്ക് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യുക. അതായത് ലൈംഗിക ചൊവ്വയുള്ള സംസാരം, മറ്റുള്ളവരെ തേജോവധം ചെയ്തുള്ള സംസാരം, പണത്തിനെ പോലും വളരെ തൊപ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വേർഡാണ്, അതായത് പൈസ, പണത്തിനെ വെറും തീട്ട പൈസ എന്ന്. അതായത് പണത്തിനെ പോലും ഒരു തീട്ടത്തിനോട് ഉപമിക്കുന്ന രീതിയിലാണ് തൊപ്പിയുടെ സംസാരം പോലും വന്നത്. അത് ഒരു 30,000 രൂപയുടെ കണക്ക് അവന്റെ വായിൽ നിന്ന് വന്ന് അവൻ പോലും അറിയാതെ തൊപ്പി സംസാരിക്കുമ്പോൾ തൊപ്പിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട്, അതായത് ചില്ലിത്തൊട്ട് പൈസ വരെ സൂക്ഷിച്ചു വെക്കുന്ന 30,000 രൂപ പോലും മാസം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരുപറ്റം ആളുകൾ കിട്ടുന്ന പണത്തെ ഒരു ദൈവതുല്യമായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് വേണം കാര്യങ്ങൾ നടത്താൻ വേണ്ടി, അങ്ങനെയുള്ള ആളുകളെ വരെ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യമില്ലാത്ത രീതിയിലൊക്കെ തൊപ്പി സംസാരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതൊക്കെ എന്ത് ലോകമാണ്. ശരിയാ, നമ്മളെപ്പോലുള്ള ആളുകൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയും. പക്ഷെ ഒരിക്കലും പൈസയെ നമ്മളൊരിക്കലും, പണം എന്ന് പറയുന്ന ഒരു സംഭവം വേണം. പണം ഒരു എന്താ പറയുക, പണമില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിൽ ഓരോ ചില്ലിത്തൊട്ട് പൈസയിൽ നമ്മൾ 1 രൂപ പോയാൽ പോലും നമുക്ക് വിഷമം വരുമെങ്കിൽ നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന, പക്ഷെ ആ പൈസയാണ് വളരെ നിസ്സാരവൽക്കരിച്ച് പല വേർഡുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തൊപ്പിക്കെതിരെ കേസ് വരാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് തൊപ്പിക്കെതിരെ എന്താ പറയുന്നത്, നമ്മുടെ ആളുകൾ തൊപ്പിക്കെതിരെ, ആ ഗ്യാങ് എല്ലാം പൊട്ടിത്തെറിച്ചതിന് ശേഷം തൊപ്പിക്കെതിരെ ആ ഗ്യാങ്ങിനുണ്ടായിരുന്ന ഷമീറും മമ്മുവും ഓരോന്ന് പറയുന്നു. അതിനുശേഷം തൊപ്പി വന്ന് ലൈവ് ഇട്ടിട്ട് അവരെക്കുറിച്ച് തൊപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലി അവസാനം കുളമായി. അവർ സംസാരിച്ചതിൻ്റെ അകത്ത് ലഹരിയുടെ കാര്യം പറയുന്നുണ്ട്, പോക്സോയുടെ കാര്യം പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ, അതായത് പീഡനക്കഥ വരെ വളരെ ഓപ്പൺ ആയിട്ട് ലക്ഷങ്ങൾ കണ്ട ലൈവാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുന്ന കുട്ടികളൊക്കെ അമ്പടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരുടെ ഇൻസ്പിറേഷൻ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ചിലരത് ആ രീതിക്ക് വിടും, ചിലർ ഇതൊക്കെ നമുക്കും ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. എന്തായാലും ഇപ്പൊ തൊപ്പിക്കെതിരെ അന്വേഷണം വരാൻ പോവുകയാണ്. തൊപ്പിക്ക് മാത്രമല്ല ഇതിനകത്ത് പണി കിട്ടുന്ന തൊപ്പി, ഷമീറും, മമ്മു, ആ ഗ്യാങ്ങിലുള്ളവരെ എല്ലാവരെ കുറിച്ചും ഇനി സൈബർ അന്വേഷണം വരും. നമുക്കൊരു ന്യൂസിന്റെ കട്ടിങ് ഒന്ന് കാണാം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും ഗ്യാങ്ങിനുമെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. DGPയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് വിഭാഗമാണ് കൊച്ചി സൈബർ പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. പോക്സോ, ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചാരണം തുടങ്ങി നടുക്കുന്ന കുറ്റകൃത്യങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനും ഈ യൂട്യൂബ് സംഘത്തിനുമെതിരെ ആരോപിക്കുന്നത്. പാരലൽ ലോകത്ത് ജീവിക്കുന്ന യൂട്യൂബർ കണ്ണൂർ സ്വദേശി തൊപ്പി എന്ന നിഹാദ്, സുഹൃത്തുക്കളായ മമ്മു, ഷമീർ, പിന്നെ ജാസി. യൂട്യൂബ് പേജിന് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സകലമാന സമൂഹ മാധ്യമ പേജുകളിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് വേറെയും. ലൈവ് വീഡിയോകളിലൂടെ ഇത്രകാലം പ്രചരിപ്പിച്ചതേറെയും കേട്ടാലറയ്ക്കുന്ന തെറിവിളിയും സ്ത്രീകൾക്കെതിരായ മോശം പരാമർശങ്ങളും ലൈംഗിക ചുവയോടുള്ള സംഭാഷണങ്ങളും. ഒടുവിൽ തൊപ്പിയുടെ ഗ്യാങ് തെറ്റിപ്പിരിഞ്ഞതോടെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി. അത് വെറും ആരോപണങ്ങളായിരുന്നില്ല, ഇവർ ചെയ്തു കൂട്ടിയത് ഗുരുതര കുറ്റകൃത്യങ്ങളെന്ന് സംശയിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. ലഹരി ഉപയോഗവും ലൈംഗിക ചൂഷണവും പോക്സോ കുറ്റകൃത്യങ്ങളുമടക്കം പുറത്തു വന്നതോടെയാണ് തൊപ്പിക്കും സംഘത്തിനുമെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായത്. അതിനിടെ ഗായകൻ ഹനാൻ ഷായുടെ കുടുംബത്തിനെതിരെ തൊപ്പി നടത്തിയ മോശം പരാമർശങ്ങളും പുറത്തുവന്നു. വിഷയത്തിൽ ഇടപെട്ട ഹനാൻ ഷാ അധിക്ഷേപകരമായ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് നീക്കം ചെയ്തു. ഒടുവിലാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തൊപ്പിക്കും സംഘത്തിനുമെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനിയാണ് മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല, പക്ഷെ ഇതിപ്പോ തൊപ്പിക്കെതിരെ അന്വേഷണം വരാൻ പോവുകയാണ്. സൈബർ ക്രൈം ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലിയും എന്താ പറയാ, ആ ഒരു അവരുടെ ആ ഒരു ഗ്യാങ്ങിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ആക്ച്വലി ഒരുപാട് ഗെയിമേഴ്സും സ്ട്രീമേഴ്സും ഉണ്ട്. അതായത് ഗെയിമിങ് ചെയ്യുക, സ്ട്രീമിങ് ചെയ്യുക, അങ്ങനെ ആ ഒരു രീതിയിൽ എന്താ പറയുന്നത്, കുറച്ച് പേർക്കൊക്കെ ഇൻസ്പിറേഷൻ. നമ്മൾ ഗെയിമേഴ്സ് എന്നൊക്കെ പറയും, ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതായത് അവരുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അവരുണ്ടാക്കുന്ന ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുച്ഛിച്ച് കാണണ്ട. ഗെയിമിംഗ് സ്ട്രീം ചെയ്യുമ്പോൾ നമുക്കൊരു ഘട്ടം കഴിയുമ്പോൾ അവർ അത്യാവശ്യം പോപ്പുലർ ആണെങ്കിൽ പൈസ വന്നുകൊണ്ടിരിക്കും. അതായത് അവർ ഇരിക്കുന്ന ടൈം എത്രയാണോ അവരുടെ ഗെയിമിങ്ങിന്റെ ഒരു കപ്പാസിറ്റി, അവരുടെ ഒരു എത്ര
നല്ല രീതിയിൽ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണോ അവരെ തേടിയ ആളുകൾ അവരുടെ സ്ട്രീമിംഗ് കാണാൻ വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിൻ്റെ വരുമാനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന ആളുകൾ, സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന ആളുകൾ, സ്ട്രീമിംഗ് കൊണ്ടുവന്ന അവരുടെ ഇടയിലേക്കാണ് തൊപ്പി കൂട്ടരും വന്നത്. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, ഇങ്ങനെയൊക്കെ ഇത്രയും പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ. അതായത് ഇൻ ഫ്യൂച്ചർ സ്ട്രീമിംഗ് പ്ലസ് ഗെയിമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്ളോഗിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. കാരണം എന്താ പറയുന്നത്, ഒരുപാട് ഈ പറയുന്ന യൂട്യൂബ് മാത്രമല്ല, കിക്ക്, ട്വിച്ച് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഇതര സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒരുപാട് ഓഫേഴ്സ്, അത്യാവശ്യം ഫേസ് ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ അവരെ കോൺട്രാക്ട് വൈസ് വിളിച്ച് ഒരു വർഷത്തേക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്താണ് അവരെ ഇരുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തൊപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൊപ്പി പറയുന്നുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്, അതായത് പുള്ളിക്ക് 10 തലമുറയ്ക്ക് മുകളിൽ ജീവിക്കാനുള്ള പണം അദ്ദേഹം, അതായത് പുള്ളിക്ക് ശേഷം വരുന്ന അടുത്ത 10 തലമുറ, പുള്ളിയുടെ തലമുറ, തായ് വഴി അല്ല തലമുറയിൽ വരുന്ന ആളുകൾക്ക്, കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായമാകുമ്പോഴൊക്കെ എന്തായാലും ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള വക അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ സ്ട്രീമിംഗ് മേഖല എന്ന് പറയുന്നത് എത്രമാത്രം സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്ത വരുന്നത്. ഒരു തെറി, ഒരാളെക്കുറിച്ചുള്ള അശ്ലീലം, അതായത് പണ്ടത്തെ സംഭവം തന്നെ അയൽക്കൂട്ട പരിപാടി തന്നെ, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ ചീത്ത, കുശുമ്പ്, കുന്നായ്മ കാര്യങ്ങളെല്ലാം പറയുന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ അതായത് ഒന്നുകൂടെ ഒന്ന് പോളിഷ്ഡ് അല്ല, ഒന്നുകൂടെ ഒന്ന് ഇത് മാറി ആ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ വളരെ ഓപ്പണായിട്ട് ഒരാളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു എതിർ ലിംഗത്തിലുള്ള ആളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതി തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയാണ് ആളുകൾ കാണാൻ. പ്രത്യേകിച്ച് സെക്ഷുവൽ ടോക്സ്, ലഹരിയെ പോലുള്ള ടോക്സ് എല്ലാവരും കേൾക്കുമ്പം അയ്യേ അവൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതി പറയുമ്പോഴും, ഈ തലയെ മുണ്ടിട്ട് നമ്മൾ ഇതെല്ലാം ആരും അറിയാതെ ഇരുട്ടത്തൊരു നീലവെളിച്ചത്തെ അവൻ പറയുന്നത് കേട്ട് രസിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത്, നമുക്ക് ഇവരുടെ കമൻറ്റ് സെക്ഷനിൽ ഇവരുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഒക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കമൻസ്. എങ്ങനെ വരാതിരിക്കും? ഈ ഇരിക്കുന്ന സ്ട്രീമേഴ്സ്, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ പുറത്തേക്ക് വിടുന്നത്. അതായത് വിഷം തുപ്പുക എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, അവരും പോപ്പുലർ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും ഈ നെഗറ്റിവിറ്റിക്കാണ് എപ്പോഴും ഒരു തട്ടും കൂടെ ഒരു താന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എന്തായാലും തൊപ്പിക്കും കൂട്ടർക്കും നല്ലൊരു പണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പം എന്താ പറയുക, ഇത് തൊപ്പിക്കും കൂട്ടർക്കും മാത്രമല്ല, ഈ സ്ട്രീമിംഗ് മേഖലയിൽ ഇതുപോലെ തന്നെ അശ്ലീലത അല്ലെങ്കിൽ പറയുന്ന ലഹരി മുതലായുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഇവർ മാത്രമല്ല മറ്റു കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്താ പറയുന്ന നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇതിനെ തട്ടി ഉണർത്തി വിളിച്ച് നമുക്ക് അങ്ങനെ എന്തെങ്കിലും മറ്റൊരാളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സെത്തിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എത്തുന്ന മത്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു വലിയ പണിയാണ് ഈ ഒരു ഗ്യാങ്ങിന് കിട്ടിയിരിക്കുന്നത്. ആ ഗ്യാങ് മെയിൻലി നിഹാദിനെതിരെയുള്ള കേസ് വരികയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം ഒന്നുകിൽ ഇവരുടെ ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം പൂട്ടി, അതിൻ്റെ നിയമവശങ്ങൾ എനിക്കറിയത്തില്ല, അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്. എന്തായാലും വളരെയധികം നിയന്ത്രണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ പോലെ തന്നെ ചെയ്യുന്ന മറ്റു ചില ആളുകളും ഉണ്ട്, കുറച്ച് ആളുകളും ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. എന്തായാലും പുതിയ സർക്കാർ അല്ല, പഴയ സർക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പുതിയ സർക്കാരാണ് കൂടുതൽ അഗ്രസീവായിട്ട് ലഹരിക്കെതിരെയും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ, നാർക്കോട്ടിക്സ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. ആ സമയത്താണ് ഇവരുടെ ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കാണുന്ന ലൈവിലെ തുറന്നു പറച്ചിൽ, പ്രത്യേകിച്ച് കഞ്ചാവൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സീനുണ്ട്.
ഒച്ചയ്ക്ക് അതൊക്കെ എന്തായാലും തെളിവുകളായി. അതായത് എല്ലാം വിത്ത് എവിഡൻസ് ആണ് ഇവർ സാധനങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഗായകൻ ഹനാൻ ഷായെയും കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷമീർ എന്ന് പറയുന്ന അവരുടെ വന്നിരുന്നു. അത് ഹനാൻ ഷാ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കൊടുത്ത് അത് എന്താ പറയുക നീക്കം ചെയ്ത് വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കേസിന് പോകാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ മൊത്തത്തിൽ കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം എന്തായാലും തൊപ്പി ഗ്യാങ് അല്ലെങ്കിൽ തൊപ്പി ഷമീർ മമ്മു ഇതിനകത്ത് ഏറ്റവും ഇതെന്ന് വെച്ചാൽ മമ്മു എന്ന് പറയുന്നത് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവൻ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ മനസ്സിൽ അവൻ്റെ വായിൽ വരുന്ന വർത്തമാനവും അതായത് ഇപ്പം ഇങ്ങനെ കിടന്ന് അയ്യോപത്തം അടിക്കുകയല്ല, ആ ഒരു പ്രൈമല്ല അവർ ആ മൂത്ത് നിന്നിരുന്ന സമയങ്ങളിൽ അവർ ചെയ്തിരുന്ന ഓരോ പ്രവൃത്തികളും എല്ലാം വീഡിയോ എവിഡൻസ് വരെ ഉണ്ട്. ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇവർക്ക് തന്നെ പാരയാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഇതിനെക്കുറിച്ചൊരു ആക്ഷൻ എടുക്കുന്നത് നമുക്ക് നോക്കാം.